അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി പോർട്ട്സ് ഇപ്പോൾ ഒരു പാർട്ണറെ കൂടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. യൂറോപ്പിലെ ഒരു വലിയ കപ്പൽ കമ്പനി ആയിട്ടുള്ള MSC, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കൂടി അദാനിയുടെ 49% ഷെയറുകൾ വാങ്ങിക്കൊണ്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉടമസ്ഥതയിലേക്ക് വരികയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ കാലത്തിനുള്ളിൽ വളരെയധികം ചരക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു തുറമുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ അദാനി ചെയ്യുന്നത് അദാനിയുടെ 49% ഷെയർസ് യൂറോപ്യൻ കമ്പനിക്ക് വിൽക്കുകയാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രത്യേകതകളുള്ള ഒരു തുറമുഖമാണ്. 25 മീറ്ററോളം ആഴത്തിൽ സ്വാഭാവികമായിട്ട് വെള്ളം ഉള്ള സ്ഥലമാണ് വിഴിഞ്ഞം പോർട്ട്. അതിനാൽ തന്നെ എല്ലാ തരത്തിലുള്ള മദർഷിപ്പുകൾക്കും, അതായത് 350 മുതൽ 450 വരെ മീറ്റർ നീളമുള്ള വലിയ ഷിപ്പുകൾക്ക് അടുക്കാൻ സാധിക്കുന്ന തുറമുഖമാണ്. ഈ കപ്പലുകളെല്ലാം തന്നെ 20,000-നും 25,000-നും ഇടയിൽ കണ്ടെയ്നറുകൾ കൊണ്ടുവരാനും സാധിക്കും. ഇത്തരം കൂറ്റൻ ചരക്ക് കപ്പലുകൾ വരാൻ സ്വാഭാവികമായി തന്നെ സാധിക്കുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. അതിനാൽ തന്നെയാണ് ഈ തുറമുഖം ഡെവലപ്പ് ചെയ്യണമെന്നും അതിൽ നിന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ മെച്ചമുണ്ടാവുമെന്നും നേരത്തെ തന്നെ കേരളത്തിലെ വിവിധ സർക്കാരുകൾ വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. അപ്പോൾ ആദ്യം ഈ പദ്ധതി ഏറ്റെടുത്തിരുന്നത് ലാൻകോ കൊണ്ടപ്പള്ളി എന്നുള്ള ഒരു ആന്ധ്രാപ്രദേശ് ഗ്രൂപ്പായിരുന്നു ആദ്യം കേരള സർക്കാർ ഇതിനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. അവർ കേരള സർക്കാരിന് തുടക്കം മുതലേ തന്നെ ലാഭവിഹിതം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതേസമയം അത് ചൈനീസ് ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സർക്കാർ, കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിഴിഞ്ഞത്തേക്ക് അദാനി എത്തിച്ചേരുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയിൽ നിന്നുള്ള ലാഭവിഹിതം 2036 ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതായിരുന്നു കരാറിൻ്റെ പ്രധാന വ്യവസ്ഥ. അതിനുശേഷം ഈ അദാനി പോർട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇപ്പോൾ ഒരു വിദേശ കമ്പനിയെ പാർട്ട്ണറാക്കുകയും ചെയ്തിരിക്കുകയാണ്. അദാനിയുടെ നേരത്തെയുള്ള മുദ്ര പോർട്ടിലും അതുപോലെ തമിഴ്നാട്ടിലുള്ള പോർട്ടിലും എല്ലാം തന്നെ ഇതേ കമ്പനി ഇപ്പോൾ പങ്കാളികളാണ്. അപ്പോൾ ഇതിൽ ഉയർന്നു വരുന്നൊരു ചോദ്യം, ഈ കമ്പനി 49% ഷെയർസ് എടുക്കുന്നു, അതിന് ഇപ്പോൾ സെബി അംഗീകാരം നൽകി എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ കമ്പനിയിലെ ഒരു പ്രധാന പാർട്ട്ണറായിട്ടുള്ള ഈ ഭൂമിയുടെ ഉടമസ്ഥതയുള്ള കേരള സർക്കാരിനോട് ഒരു കാര്യം പോലും അദാനി അന്വേഷിച്ചിട്ടില്ല. പകരം അവരുടെ കയ്യിലുള്ള ഓഹരി ഇപ്പോൾ ഈ MSC എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ 27,000 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ അതിൻ്റെ കരാർ ഒപ്പിട്ടിരിക്കുന്നത്, അതായത് $139.7 ലക്ഷം. ആ തുകയും പൂർണ്ണമായും ലഭിക്കുന്നത് അദാനി ഗ്രൂപ്പിനാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ തുടക്കത്തിൽ മുടക്കിയ മുതലല്ലാതെ പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ വികസനങ്ങൾക്ക് മുഴുവനും പണം മുടക്കാൻ പോകുന്നത് ഈ യൂറോപ്യൻ കമ്പനിയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പിന് നിലവിൽ തന്നെ വലിയ ലാഭം ഉണ്ടായി കൊടുക്കുകയും അതേസമയം ഈ സ്ഥലവും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ വിട്ടുകൊടുത്തിരിക്കുന്ന കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ട് ഒരു രൂപ പോലും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഈ കമ്പനി അന്നും പറഞ്ഞിരുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങൾ അല്ല കൊല്ലം വരെയുള്ള പ്രദേശങ്ങൾ മാറുമെന്നും വലിയ തോതിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെയായിട്ട് അത്തരത്തിലുള്ള യാതൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെയുള്ള മുൻ താമസക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ വലിയ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിട്ട് അത് മാറണം, കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഈ ഒരു പണിക്ക് പോയത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകക്ക് ഈ പോർട്ടിലെ അവരുടെ 49% ഓഹരികൾ ഈ യൂറോപ്യൻ കമ്പനിക്ക് വിൽക്കാൻ സാധിച്ചു എന്നത് അദാനി ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമാണ്. ഇപ്പോൾ ഇതേ കമ്പനി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളവും കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ പല പ്രമുഖ വിമാനത്താവളങ്ങളും ഈ കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഷിപ്പിംഗ് മേഖലയിൽ പല പോർട്ടുകളും ഈ കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്.
ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുകക്കാണ് ഈ ഒരു പോർട്ട്. ഈ പോർട്ടുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുകക്കാണ് ഈ പോർട്ട് അദാനി കമ്പനി ഈ വിദേശ കമ്പനിക്ക് വിറ്റിരിക്കുന്നത്. അതേസമയം അവർ ഓഹരികൾ വിറ്റിരിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഇത് മാറുന്നുണ്ട്. പക്ഷേ ഇതിൽ ചോദ്യം, കേരളം എന്ന സംസ്ഥാനത്തിനും കേരള സംസ്ഥാനത്തിലെ ജനതക്കും ഈ ഒരു കൈമാറ്റം കൊണ്ട് എന്താണ് നേട്ടമെന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ 2036 ശേഷം ലാഭവിഹിതം ലഭിക്കും എന്നുള്ള ഒരു മറുപടിയല്ലാതെ നിലവിൽ ഈ പദ്ധതി കൊണ്ട്, ഇപ്പം നേരത്തെയൊക്കെ പറഞ്ഞു ഈ പദ്ധതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ വരും, വലിയ തോതിൽ ഇവിടെ വ്യവസായവൽക്കരണം നടപ്പിലാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതിനുള്ള അപ്രോച്ച് റോഡുകൾ പോലും പൂർത്തിയായിട്ടില്ല. പിന്നെ അതിൽ പൂർത്തിയാകുമ്പോഴുള്ളൊരു കാര്യം, ഇതേ സമയം തന്നെ വിഴിഞ്ഞത്ത് നിന്ന് വളരെ അടുത്ത് തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ നിന്ന് ആ വഴിക്ക് തന്നെ നേരെ ഈ പ്രോഡക്റ്റുകൾ അവിടെ ഇറക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ആ സ്ഥിതിയിൽ കേരളത്തിലേക്ക് എന്തിനാണ് ഈ വികസനം വരാനുള്ള സാധ്യതയുണ്ടോ, എന്തിനാണ് ഈ വികസനം കേരളത്തിലേക്ക് വരുന്നത്, തമിഴ്നാട്ടിലേക്കല്ലേ പോവുക എന്നുള്ള ചോദ്യം ഇപ്പോഴുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അദാനി ഈ ഓഹരി വിൽപ്പനയിലൂടെ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ അവർ അടുത്ത പാർട്ട്ണർക്ക് വിൽക്കും. ഈ വിറ്റ ഓഹരിയുടെ വില കൊണ്ട് തന്നെ തുറമുഖം വലിയ തോതിൽ അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതേസമയം ഒരു ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. കേരളത്തിന് ഈ തുറമുഖം നിർമ്മിച്ചത് വഴി എന്താണ് ഇന്നുവരെ ലാഭമുണ്ടായിരിക്കുന്നത്? കേരളത്തിലെ ജനതയുടെ ജീവിതം നിലവാരം മെച്ചപ്പെടാൻ എന്താണ് ഈ തുറമുഖം കൊണ്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തിന് നിലവിൽ മറുപടി ഇല്ല.